ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. ഇത് ചോറ്, അപ്പം, ചപ്പാത്തി, പത്തിരി അങ്ങനെ ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിനായി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റിവെക്കുക. ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, കുറച്ച് തൈരും കുറച്ച് വെളിച്ചെണ്ണയും എടുത്ത് നന്നായി മിക്സ് ചെയ്യുക. തൈരില്ലെങ്കിൽ അതിനു പകരം നാരങ്ങ നീരും എടുക്കാവുന്നതാണ്. ഈ മിക്സ് ചിക്കനിൽ നന്നായി പുരട്ടി ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. രണ്ട് മണിക്കൂറിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ മീഡിയം സൈസായി കട്ട് ചെയ്ത സവാള ഇടുക. ഇനി സവാള ഗോൾഡൻ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് സവാള പെട്ടെന്ന് മുരിയാൻ സഹായിക്കും. മുരിഞ്ഞ സവാളയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യുക. ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിലയും ആഡ് ചെയ്യുക. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തതുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടിടുക. പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല ആഡ് ചെയ്ത് നന്നായി മിക്സാക്കി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ തക്കാളി മിക്സിയിൽ അടിച്ചത് ചേർക്കുക. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വെളിച്ചെണ്ണ തെളിഞ്ഞു വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ടാകും. ഇനി ഗ്രേവി കൂടുതൽ വേണ്ടവർ ലാസ്റ്റ് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അവസാനം ഒരു പിടി ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. 2 മണിക്കൂറെങ്കിലും ഇരുന്ന ശേഷം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.